ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസിനെ പറ്റി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഫെസിലിറ്റീസിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഒരു റൂമിൽ പരമാവധി 5 പേർക്കാണ് താമസിക്കാനുള്ള സൗകര്യമുള്ളത്. എന്നാൽ തന്നെ നമ്മൾ 4 ആയിട്ട് തന്നെ ചുരുക്കമാണ്. ഒരു റൂമിൽ നമുക്ക് 3 ബെഡാണ്, പക്ഷെ 4 പേർക്ക് താമസിക്കാം. പിന്നെ ഒരു കോമൺ ബാത്റൂം അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് നനകല്ല് എന്ന് പറയുന്നത് നമുക്ക് 60 പേർക്ക് കൂടെ ഒരെണ്ണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലായാലും നനയ്ക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ അയവള്ളി നമുക്ക് ഇവിടെ ഈ ഇത്രയും സ്ഥലം നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് വേണം തുണികൾ നനയ്ക്കുകയും വിരിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട്. നമ്മുടെ ഇവിടെ ഒന്നും നിങ്ങൾ അകത്തൊന്നും തുണി വിരിച്ചിടാനും പാടില്ല. ഈ തന്നിരിക്കുന്ന ഇവിടെ മാത്രമേ അയവള്ളികൾ കെട്ടാനും അതുപോലെ തുണി വിരിച്ചിടാനും പാടുള്ളൂ കേട്ടോ. പിന്നെ ആഹാരം ആദ്യത്തെ ഒരാഴ്ച കൃത്യം 7 മണി, ഉച്ചയ്ക്ക് 1 മണി, വൈകിട്ട് 6 മണി സമയങ്ങളിൽ 3 നേരമായിട്ട് ആഹാരം ഉണ്ടായിരിക്കും. ചായ വല്ലപ്പോഴും ഉണ്ടായിരിക്കും. പിന്നീട് നമുക്ക് ഒരു 8 മണി, പിന്നീട് ഉച്ചയ്ക്ക് 2 മണി, രാത്രി ഒരു 8 മണി, ആ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ അതിൽ കല്ലുകളോ അല്ലെങ്കിൽ പുഴുക്കളോ ഒക്കെ കാണും. അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ചില സമയത്ത് ചോറ് തന്നെ കിട്ടണമെന്ന് ചിലപ്പോൾ ചപ്പാത്തി ആയിരിക്കും, അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ വറുത്തതും പൊരിച്ചതും മാക്സിമം കുറവാണ്. എന്നാൽ തന്നെ നമ്മൾ കടുകെണ്ണയിലും നല്ലെണ്ണയിലും അതുപോലെ തന്നെ ശുദ്ധമല്ലാത്ത വെളിച്ചെണ്ണയിലും ഉള്ള പലഹാരങ്ങൾ ഉണ്ട്. അപ്പോൾ ഇത് കാരണം നിങ്ങൾക്ക് വയറിളക്കോ ഛർദിയോ വന്നു കഴിഞ്ഞാൽ വീട്ടുകാർ ഞങ്ങൾ ഡയറക്റ്റ് ഇൻഫോം ചെയ്യുകയാണെങ്കിൽ ആശുപത്രി വരെ ഞങ്ങൾ ആക്കി തരുന്നതായിരിക്കും. പേയ്മെൻറ്റും കാര്യങ്ങളും മറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം നിങ്ങൾ തന്നെ ആയിരിക്കും പേയ്മെൻറ്റ് നൽകേണ്ടത്. ഞങ്ങൾ അതിൽ ഇൻ്റർഫിയർ ചെയ്യത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫെസിലിറ്റീസ് മെയിൻ. പിന്നെ പ്രധാനപ്പെട്ട ഒന്നുണ്ട് വെള്ളത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കുട്ടിക്ക് 1.5 ലിറ്റർ വെള്ളമേ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം നമ്മുടെ ടാങ്കിന്റെ കപ്പാസിറ്റി അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുളിക്കാനും കുടിക്കാനും എല്ലാം കൂടെ 1 ലിറ്റർ മാത്രമേ നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. ഇത് കൂടുതൽ നിങ്ങൾക്ക് കുളിക്കാനോ വെള്ളം വേണമെങ്കിൽ നിങ്ങൾ മിനറൽ വാട്ടർ വാങ്ങണം. അപ്പോൾ അതിന്റെ പേയ്മെന്റും കാര്യങ്ങളും നിങ്ങൾ തന്നെ ആയിരിക്കും എടുക്കേണ്ടത്. പിന്നെ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രേക്കപ്പ് ഡേ, ഫ്രണ്ട്ഷിപ്പ് ഡേ, അതുപോലെ ബർത്ത്ഡേ, ഈ സെലിബ്രേഷൻസ് ഒന്നും പാടില്ല. അഥവാ നടത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് തരുന്നുണ്ട്. പിന്നെ എല്ലാ മാസം 1-ാം തീയതി തന്നെ പേയ്മെൻറ്റും ചെയ്യണം. ശുഭദിനം.